മോനെ നമസ്കാരം. കേരള സർക്കാരിന്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവൻ ദേശീയ അന്തർദേശീയ തലത്തിൽ സാംസ്കാരിക വിനിമയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊപ്പം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കേരളത്തിലുടനീളം സാംസ്കാരിക ദൌത്യങ്ങൾ നടത്തിവരുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വൈവിധ്യമാർന്ന കലാരൂപങ്ങളെ കേരളത്തിന്റെ ഗ്രാമങ്ങളിലേക്കും സാധാരണക്കാർക്കിടയിലേക്കും എത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഭാരത് ഭവൻ ഭരണസമിതിയുടെ കൂട്ടായ പ്രവർത്തനത്തോടെ സജീവമായി നടന്നുവരികയാണ്. ഇതിനു പുറമെ കലാപ്രതിഭകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ ഭാരത് ഭവൻ നടത്തിവരുന്നു. പ്രളയകാലത്തും കോവിഡ് പ്രതിസന്ധികളിലുമെല്ലാം ശ്രദ്ധേയങ്ങളായ സഹായ പ്രവർത്തനങ്ങളുമായി കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പും ഭാരത് ഭവനും ജനങ്ങൾക്കൊപ്പം നിന്നു. കൂട്ടായ്മകൾ അപ്രാപ്യമായിരുന്ന കോവിഡ് പ്രതിസന്ധി കാലത്ത് കേരളീയ കലാസമൂഹത്തിന് കൈത്താങ്ങായി ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാന്റെ മാർഗനിർദ്ദേശത്തിൽ ഭാരത് ഭവൻ വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഒരുക്കിയ മഴമിഴി മൾട്ടിമീഡിയ സാംസ്കാരിക ദൌത്യത്തിന്റെ രണ്ടാം ഘട്ടമായ കേരളത്തിലെ ഗോത്ര സമൂഹത്തിന്റെ കലാരൂപങ്ങളുടെ മഹോത്സവമായ തളിർമിഴി എർത്ത് ലോ 2023 ശേഷം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന നൂതന സാംസ്കാരിക ധനസഹായ ദൌത്യമാണ് മഴമിഴി കമ്പാഷൻ 2024. ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ് അവതരിപ്പിക്കുന്നത് ചേർത്തല മുനിസിപ്പാലിറ്റി ആർദ്ര ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ.